കുറ്റ്യാടി മണ്ഡലത്തിലേക്കാണ് നെക്സ്റ്റ്. കുറ്റ്യാടി മണ്ഡലം ഇതുവരെ വന്നതിൽ 3-2 UDF-നാണ്. പുറകിൽ വന്നിരിക്കുകയാണ്. കുറ്റ്യാടി മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥി പട്ടിക LDF-ന്റെ KP കുഞ്ഞഹമ്മദ് കുട്ടി, UDF-ൽ നിന്ന് പാറക്കൽ അബ്ദുള്ള, NDA-ൽ നിന്ന് രാമദാസ് മണലേരി. ആരാണ്? രാമദാസ് വരുമോ, പാറക്കൽ വരുമോ, KP കുഞ്ഞഹമ്മദ് കുട്ടി വരുമോ എന്നുള്ളതാണ് ചോദ്യം. കുറ്റ്യാടി മണ്ഡലത്തിൽ ഒരു അട്ടിമറി പ്രതീക്ഷിക്കാമോ എന്നുള്ളതാണ്. തവണ നേരിയ ഭൂരിപക്ഷത്തിന് LDF-നോടൊപ്പം പോയ മണ്ഡലമാണ്. അതെ, വളരെ നേരിയ ഭൂരിപക്ഷത്തിന്. ഇത്തവണ എന്താണ് കുറ്റ്യാടിയുടെ ചിത്രം? വീണ്ടും നമ്മൾ ഇതുവരെ നോക്കിയതെല്ലാം UDF ആണ് കേട്ടോ. അതായത് കോഴിക്കോടാണ് കോഴിക്കോട് ശക്തമായ മത്സരം UDF കാഴ്ചവെക്കുന്നുണ്ടെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്. കോഴിക്കോട് സൗത്ത്, വടകര, കുറ്റ്യാടി. കഴിഞ്ഞ പ്രാവശ്യം കേരള കോൺഗ്രസിന്റെ എമ്മിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയ സീറ്റാണത്. 4 പറഞ്ഞതിൽ 3 UDF. നാദാപുരത്ത് മാത്രം നിലവിൽ നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഇതൊരു ട്രെൻഡാണ്. ഒരു ട്രെൻഡാണെന്ന് നമുക്ക് പറയാം. കാരണം കുറ്റ്യാടിയൊക്കെ മറിയുന്നു എന്ന് പറയുന്നത്, അങ്ങനെയുള്ള ട്രെൻഡ് കാണിക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായും ഒരു അടിയൊഴുക്കിന്റെ സാധ്യത നമുക്ക് ചൂണ്ടിക്കാണിക്കണം. കാരണം പക്ഷെ അവിടെ ഒരു എക്സ്ട്രാക്ട് ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് മുസ്ലിം കൺസോളിഡേഷൻ കുറ്റ്യാടിയിൽ ഉണ്ടാകുമ്പോൾ ഗുണകരമാകാൻ പോകുന്നത് അവിടെ UDF-നാണ്. നമ്പർ 1. നമ്പർ 2, അവിടെ ഇപ്പോഴും പ്രചരണത്തിൽ പോലും ഒരുപടി മുന്നിൽ നിൽക്കുന്നത് UDF-ആണ്, പാറക്കലാണ്, ഈ കുഞ്ഞഹമ്മദ് കുട്ടിയേക്കാൾ. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് എനിക്ക് വ്യക്തമല്ല. കുഞ്ഞഹമ്മദ് കുട്ടിയുടെ സ്ഥാനാർത്ഥിത്വം കഴിഞ്ഞ ഓർമ്മയുണ്ടല്ലോ, പ്രവർത്തകർ പുറത്തിറങ്ങി, അതായത് VS നടത്തിയ പോലെ ഒരു ജാഥയൊക്കെ അങ്ങനെ സ്ഥാനാർത്ഥിത്വം വരുന്നു. അങ്ങനെ അവിടെ ഉണ്ടാകുന്ന ഏക പ്രശ്നം നിങ്ങൾ ഈ പ്രവാസി വോട്ടുകളുടെ പ്രശ്നം ഇവ കുറ്റ്യാടി മണ്ഡലത്തിലുണ്ട് കേട്ടോ. ചെറുതായിട്ട് കാണാൻ കഴിയില്ല. കാരണം 333 വോട്ടിന്റെ ലീഡിലാണ് കഴിഞ്ഞ പ്രാവശ്യം 333. വളരെ മൈനൂർ. കാരണം ശക്തമായ മത്സരം നടന്ന് ജയിച്ചു വന്ന സ്ഥലത്താണ് 333 വരെ. 1000 വോട്ടൊക്കെയാണ് അതിന്റെ ഒരു മാക്സിമം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ പക്ഷെ അവിടെ 7000-ലധികം വോട്ടുള്ളത് പ്രവാസി വോട്ടാണ്. ആ വോട്ടുകൾ വളരെ നിർണായകമാണ്. ഞാൻ പറയുന്നത് പക്ഷേ വലിയ ലീഡൊന്നും തദ്ദേശ തെരഞ്ഞെടുപ്പില്ല. 4122 ലീഡേ ഉള്ളൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡ് പലയിടത്തും മാറിയിട്ടുണ്ട്. 4 പറയുന്നതിലും എളുപ്പം 333 മറിയുന്നതാണല്ലോ. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ 3 മുതൽ 4 വരെ സീറ്റുകൾ UDF-നാണ് കിട്ടുമ്പോൾ 1 സീറ്റ് വരെ മാത്രമേ LDF-ന് കിട്ടാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ്. ടൈ നമ്മൾ പറഞ്ഞതുകൊണ്ടാണ്.